സഹോദരിമാരെ, ആരെയാണോ നമ്മൾ വിരൽ ചൂണ്ടുന്നത്, ആരുടെ മുകളിലാണോ സ്വയം കൃതാനത്വം സമ്പാദിച്ചു കൂട്ടിയ സർവ്വതോന്നിവാസത്തിനും ആരുടെ മേലിലാണോ പടിചാരുന്നത്, ആ പടിചാരുന്ന നിരപരാധിയെ സാക്ഷി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യവർഗമേ നീ തീരാ നട്ടത്തിലാണ്. ഏറ്റവും വലിയ നട്ടമേതാണ് സഹോദരങ്ങളെ? ഏറ്റവും വലിയ നട്ടമേതാണ് സഹോദരങ്ങളെ? മനുഷ്യ നീ നട്ടത്തിലാണ്. അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചകോൾ ഭൂമിയിൽ ഏതാണ്ട് 8 കോടിയിൽ പരം വരുന്ന ജീവജാലങ്ങളെ പടച്ചിറപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഏകകോശ ജീവികളുണ്ട്, നാൽക്കാലികളുണ്ട്, ഇരുകാലികളുണ്ട്. പക്ഷേ അള്ളാഹു പറഞ്ഞിട്ടില്ല 7,99,999,999 ജീവികളെയും അല്ല പറഞ്ഞില്ല. അല്ല പറഞ്ഞ നട്ടമാർക്കെന്നറിയോ? നട്ടമാർക്കെന്നറിയോ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യ നിനക്ക് മാത്രമാണ് നട്ടമുള്ളത്. മനുഷ്യനല്ലേ നട്ടമുള്ളത്? മനുഷ്യനല്ലേ നട്ടമുള്ളത്? കാട്ടാനക്ക് നട്ടമില്ല, കരിമ്പുലിക്ക് നട്ടമില്ല, കരിങ്കരടിക്ക് നട്ടമില്ല. സഹോദരങ്ങളെ, നട്ടമാർക്കെന്നറിയോ? തീരാ നട്ടം ദുനിയാവിലും ആഖിറത്തിലും. ഈ മുനിസിപ്പാലിറ്റിയുടെ ഓടയിലൂടെ ഒഴുകി പോകുന്ന ചീഞ്ചലം നിറഞ്ഞ ചാലുകളുടെ ഇടയിൽ പൊടുത്തു നാറിക്കിടക്കുന്ന മരം വാരി തിന്നുന്ന പന്നിക്ക് ഇതേവരെ ആമാശയത്തിൽ ക്യാൻസർ വന്നിട്ടില്ല. പുടുത്തു നാറിക്കിടക്കുന്ന ഇറച്ചി കഷണങ്ങൾ കടിച്ചു കൊണ്ടുപോകുന്ന നായിക്ക് ആമാശയത്തിൽ ക്യാൻസർ വന്നിട്ടില്ല. പഴംവർഗം വാങ്ങിച്ചു കൊണ്ടുവന്ന് ചൂടുവെള്ളത്തിൽ കരുതി തൊലി ചെത്തിയിട്ട് തിന്നുന്ന മനുഷ്യനാണ് ആമാശയത്തിൽ ക്യാൻസർ വന്നത്. അവന് മാത്രമാണ് മാറാരോഗങ്ങൾ കടന്നുപോയത്. ഒരു പനയിലെ മുഴുവൻ ഇലയും ഒരു സമയം കൊണ്ട് തിന്നു തീർക്കുന്ന കാട്ടാനക്ക് ഹാർട്ടിന് ബ്ലോക്ക് വന്നിട്ടില്ല. സഹോദരങ്ങളെ, ഡയറ്റ് കൺട്രോൾ ചെയ്ത മനുഷ്യന് മാത്രമാണ് ഹാർട്ടിന് സ്തംഭനമുണ്ടായത്. എല്ലാം നഷ്ടപ്പെട്ടത് അവന് മാത്രമാണ്. ഇതേവരെ